ട്രേഡിംഗ് ഇന്ത്യയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 315 പോയിൻറ്റും S&P 28 പോയിൻറ്റും നസ്ഡാക്ക് 88 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 8 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിന് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഇന്നലെ വന്നിരിക്കുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ വീക്കിലി അനാലിസിസിൽ വരച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനും പിന്നെ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അവിടെ 15 മിനിറ്റിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും മാർക്കറ്റ് നേരെ CPRലോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് വലിയൊരു സെല്ലിംഗ് പ്രഷർ ഓൾ ടൈം ഹൈയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയും ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നു. ഏകദേശം 26,329 ആണെന്ന് തോന്നുന്നു ഇന്നലത്തെ ഹൈ വന്നിരിക്കുന്നത്. ഇന്നലെയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റിലെ ചാർട്ട് നോക്കാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മാർക്കറ്റ് ഇതിന് ഉള്ളിൽ എവിടെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാലും ഈ ഒരു രണ്ട് ലെവലിനിടയ്ക്ക് എവിടെ മാർക്കറ്റിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് താഴോട്ട് വന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് മുകളിൽ നിന്ന് നേരെ താഴെ വന്നു. നമുക്ക് ഈ രണ്ട് ലെവലും നോൺ ട്രേഡിംഗ് സോണായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ തന്നെ 26,145 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽപ്പുണ്ട്. മാർക്കറ്റ് ഇന്നും മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫിബ് വെച്ചിട്ട് ഈ ഒരു ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. 26,084 മുതൽ 26,033 വരെ വരുന്ന ഈ ഒരു ലെവല്. മാർക്കറ്റ് ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ എങ്ങനെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, മാർക്കറ്റ് 26,145 ഇന്നലെ വരച്ചിട്ടുള്ള ഈ ഒരു ലെവല് തന്നെ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നേരത്തെ സപ്പോർട്ട് എടുത്ത് കയറിയതാണ്. ഇന്നലെയും മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലുണ്ട് 26,145. 26,145 എപ്പോഴെങ്കിലും 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വരുന്നത് 26,086. 26,086 പിന്നെ ഏകദേശം 26,033 ഈ രണ്ട് ടാർഗറ്റും വയ്ക്കാം. മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ഏരിയയിൽ റീട്രേസ്മെൻറ്റിന് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റിന് താഴോട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് 26,000 തൊട്ട് മുകളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറുന്നതെങ്കിൽ മാർക്കറ്റ് നിലവിലുള്ള ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് നല്ലൊരു ബുള്ളിഷ് വീക്കിലി ക്ലോസിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം താഴോട്ട് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കയറുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ആഴ്ചയിൽ നല്ലൊരു വീക്കിലി ക്യാൻഡിൽ കാണാൻ പറ്റും. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. മുകളിലോട്ട് വരുന്ന ലെവലെന്ന് പറയുന്നത് 26,213 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,213 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,276 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 26,310 ഈ ഒരു ലെവല്. മാർക്കറ്റ് മിക്കവാറും താഴോട്ട് തന്നെ ഈ ലെവലിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും 26,213 ശ്രദ്ധിക്കുക. മാർക്കറ്റ്
26,213 റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. ഇന്നലത്തെ ബോട്ടം, ഇന്നലത്തെ ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ള 26,145 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അവിടെ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ആ ഒരു ഇന്നലത്തെ ആ ഒരു ബോട്ടം ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോളിലോട്ട് പോകും. 26,000 വരെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ ഇന്നലെ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു സ്റ്റോക്കിലൊക്കെ. 1,171 കോടിക്ക് FAS സെല്ല് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്. DIs നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,559 കോടിക്ക് ഇന്നലെ ബൈയിങ് DIs സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുള്ള ലെവൽസ് ഇതായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ 26,261, 26,279 കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഞാനിവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 26,272 തോന്നുന്നു, 72 ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPR വരയ്ക്കും വരാൻ സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ് CPRലോട്ട് വന്നു. കൃത്യമായിട്ട് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൻ്റെയും 5 മിനിറ്റിൻ്റെയും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കൃത്യമായിട്ട് 5 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹയർ ഹൈയിലോട്ട് പോയില്ല, ലോവർ ഹൈയിലോട്ട് വന്നു. അവിടെ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് 5 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ. ഇതെല്ലാ ലെവൽസും ഏകദേശം 5 ട്രേഡ് എങ്ങാണ്ടോ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 സൈഡ് കോൾ ഓപ്ഷനും 3 സൈഡ്. ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഈ ഒരു ഹൈയിൽ നിന്ന് തന്നെ നമ്മൾ താഴോട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹൈയും കൃത്യമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ലോയിലോട്ട് മാർക്കറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ കൃത്യമായിട്ടൊരു പുട്ട് ഓപ്ഷൻ എടുക്കുകയും ചെയ്തു. മാർക്കറ്റ് താഴോട്ട് ഈക്വൽ ലോയിലോട്ട് വന്നു. ഇന്ന് ഇതിന് താഴെ തന്നെ ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ തന്നെ നോക്കുക. 26,208 തൊട്ട് 26,231 വരയ്ക്കും. ഇതിന് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ടോപ്പ് കൃത്യമായിട്ട് നോക്കുക. ഡബിൾ ടോപ്പാണ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റിൽ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR റെസിസ്റ്റൻസ് ആയിരിക്കും ഈ 26,208, 26,231. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു റിവേഴ്സ് ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. 26,109, 26,088 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് 26,030, 26,007. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. മിക്കവാറും ഡബിൾ സൈഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ അനലൈസ് പ്രകാരം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇതിൻ്റെ മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. 3 ലെവൽസേ വരച്ചിട്ടുള്ളൂ. ഇതിനുള്ളിലുള്ളൊരു മൂവ്മെൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്